നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഒരു കൺസ്ട്രക്ഷൻ ടിപ്പാണ്. അതായത് വീടുകളിൽ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തേത് സ്റ്റെയർ കേസിന്റെ വീതിയാണ്. ഒരു മിനിമം 90 സെന്റിമീറ്റർ, അതായത് 3 അടി വീതിയെങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈകളിൽ നിർമ്മിക്കുമ്പോൾ അതിന്റെ സ്പേസ് വീണ്ടും കുറയും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്റ്റെപ്പിന്റെ നമ്പർ, അതായത് ഒരു 315 സെന്റിമീറ്റർ ഹൈറ്റുള്ള ഒരു റൂമാണെങ്കിൽ, അതായത് റൂമിന്റെ സ്ലാബിന്റെ ടോപ്പിലേക്ക് 21 സ്റ്റെപ്പ് നിങ്ങൾക്ക് പണിയാൻ പറ്റും 15 സെന്റിമീറ്റർ ഹൈറ്റിൽ. ഈ 15 സെന്റിമീറ്റർ ഹൈറ്റാണ് ഒരു യഥാർത്ഥ സ്റ്റെപ്പിന്റെ ഒരു കൃത്യമായിട്ടുള്ള റൈസർ ഹൈറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റൈസർ ഹൈറ്റ് തുല്യമായിരിക്കണം താഴത്തെ സ്റ്റെപ്പ് മുതൽ മുകളിലത്തെ സ്റ്റെപ്പ് വരെ ഉള്ളത്. ഒരു സ്റ്റെപ്പ് 15 സെന്റിമീറ്റർ, മറ്റേ സ്റ്റെപ്പ് 14 സെന്റിമീറ്റർ, പിന്നെ അടുത്ത സ്റ്റെപ്പ് 16 സെന്റിമീറ്റർ, അങ്ങനെ ആക്കി വരുമ്പോഴാണ് നമ്മളെ തലച്ചോറിൽ കയറി വരും. അതായത് നമ്മൾ എന്താ പറയാ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ സ്മൂത്തായിട്ട് ഒരാൾക്ക് നടന്നു കയറി ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 5 സ്റ്റെപ്പ് നടക്കുമ്പോൾ നമ്മൾ മൈൻഡ് അതുമായിട്ട് ക്ലിയർ ആവും. അപ്പോൾ 6ാമത്തെ സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാല് വെച്ച് പോകും. പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ വളരെ കുറവോ കൂടുതലോ വന്നിരുന്നെങ്കിൽ നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മൈൻഡിൽ ഈ 15 സെന്റിമീറ്റർ ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ 14 സെന്റിമീറ്ററിലാണ് കാല് വെക്കുന്നതെങ്കിൽ 15 സെന്റിമീറ്റർക്ക് നമ്മുടെ തലയിൽ ഉണ്ടാവാം, തലച്ചോറിൽ. അപ്പോ പെട്ടെന്ന് ആ ഹൈറ്റ് ചവിട്ടുമ്പോൾ താഴോട്ടേക്ക് വരാനും നമ്മൾ മുന്നോട്ടേക്ക് കുഞ്ഞു വിടാനുള്ള സാധ്യത. അതുപോലെ തന്നെ 15 സെന്റിമീറ്ററിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് പെട്ടെന്ന് ഒരു 17 സെന്റിമീറ്ററിൽ ആയിക്കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് തടഞ്ഞു വീഴാനുള്ള സാധ്യതയും ഉണ്ട്. അത് താമസിക്കുന്ന വീട്ടുകാർ പണിക്കാരോട് പറഞ്ഞ് സെറ്റാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങളൊരു എഞ്ചിനീയറെ ഏൽപ്പിച്ചിട്ടാണ് ആ വർക്ക് ചെയ്യുന്നത്, എഞ്ചിനീയർ അത് ചെയ്യും. അങ്ങനെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാനീ പറയുന്നത്. ശ്രദ്ധിക്കും. കാരണം നിങ്ങളാണ് താമസിക്കേണ്ടത്, അവിടെ ജോലി ചെയ്യുന്ന പണിക്കാരല്ല. ജീവിതകാലം മുഴുവൻ നിങ്ങളാണ് യൂസ് ചെയ്യേണ്ട സ്റ്റെയർ കേസ്, അവരല്ല. അവർ പണിയെടുത്തിട്ട് അങ്ങ് പോകും. ആ കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു 12 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാൻഡിങ് നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ഒരു കയറ്റം കയറുകയാണ്, ഒരു 15 അല്ലെങ്കിൽ ഒരു 12 സ്റ്റെപ്പ്, നമ്മൾ 15 അല്ല 12 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കയറാൻ പാടുള്ളൂ. ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, ഈ 12 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ലാൻഡിങ് ഉണ്ടാവും. ആ ലാൻഡിങ്ങിൽ ട്രയാങ്കിൾ ആയിട്ട് മുറിച്ചിട്ട് 2 സ്റ്റെപ്പ് ആക്കുന്നതാണ്. സൗകര്യ കുറവ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് ആ ലാൻഡിങ് കൂടി 2 സ്റ്റെപ്പ് ആക്കിയിട്ട് മാറ്റുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ റൗണ്ട് സ്റ്റെയർ കേസ് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യമൊക്കെ നല്ല എളുപ്പമാണ്. ഒരു ദിവസം തന്നെ 3-4 പ്രാവശ്യം ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നവരാണെങ്കിൽ നടുവേദനയും മുട്ടുവേദനയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ ഭംഗിക്ക് പ്രയോറിറ്റി കൊടുക്കാതെ, അതായത് ആരോഗ്യ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ 13 സ്റ്റെപ്പ് അല്ലെങ്കിൽ 12 സ്റ്റെപ്പ് കഴിഞ്ഞ ഒരു ലാൻഡിങ് നിർബന്ധം. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റ് 15 സെന്റിമീറ്റർ, മാക്സിമം ഒരു 16 സെന്റിമീറ്റർ മാത്രമാകും. ചിലത് 20 സെന്റിമീറ്ററുള്ള ആക്കിയിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് ഭാവിയിൽ കുറച്ച് നമ്മൾ ഏജൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ മുട്ടുവേദന കൊണ്ട് ആ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ചവിട്ടുന്ന പടി, നമ്മളെ പാദം ചവിട്ടുന്ന പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം 25 സെന്റിമീറ്റർ എങ്കിലും വെക്കാൻ ശ്രദ്ധിക്കും. ചില ആളുകൾ 20 സെന്റിമീറ്റർ ഒക്കെ ആക്കിയിട്ട് കാണും. 20 സെന്റിമീറ്റർ ഒക്കെ ആക്കുമ്പോൾ സ്ലിപ്പായിട്ട് വീഴാനുള്ള സാധ്യത, കയറുമ്പോഴല്ല ഇറങ്ങുമ്പോൾ. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ശാസ്ത്രം അനുസരിച്ച്, നിങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട്, പിന്നെ ചില ആളുകൾ വരവ് ചെലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ സംഖ്യ ഒക്കെ ആകും. അതൊക്കെ നിങ്ങളെ വിശ്വാസത്തിന് വിട്ട് തരികയാണ്. ഈ കാര്യങ്ങൾ മാത്രം മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കട്ടെ. പുതിയൊരു ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. ഇതുവരെ ബൈ.